ചലച്ചിത്ര പ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയ കേസിൽ CPM സഹയാത്രികനും മുൻ MLA-യുമായ സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുന്ന കേസിൽ കേരള ചലച്ചിത്ര അക്കാദമിക്ക് പോലീസ് നോട്ടീസ് നൽകും. റിനു ശ്രീധർ തിരുവനന്തപുരം വിവരങ്ങളുമായി ചേരുന്നു. റിനു, ഗുഡ് മോർണിംഗ്. പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. IFFKയുടെ സിനിമാ സ്ക്രീനിങ്ങിനിടെയാണ് തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ച ഈ സിനിമാ പ്രവർത്തകയോട് PT കുഞ്ഞുമുഹമ്മദ് അതിക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി, അല്ലെങ്കിൽ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിലാണ് പരാതി ഉയർന്നത്. കഴിഞ്ഞ ദിവസം കോടതി 164 സ്റ്റേറ്റ്മെന്റ് ഒക്കെ തന്നെ രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. പോലീസ് റിപ്പോർട്ട് നൽകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. PT കുഞ്ഞുമുഹമ്മദിന് എതിരായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. കാരണം ഈ പരാതിയിൽ കഴമ്പുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് പോലീസ് നൽകിയിരിക്കുന്നത്. എന്തായാലും PT കുഞ്ഞുമുഹമ്മദ് നൽകിയ ജാമ്യ ഹർജി ഇന്നിപ്പോൾ 11 മണിക്ക് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കും എന്നുള്ളതാണ്. ജാമ്യം ലഭിച്ചില്ലെങ്കിൽ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുവാനും കണ്ടോൺമെന്റ് പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം ചലച്ചിത്ര അക്കാദമിക്ക് നോട്ടീസ് നൽകുവാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം ലഭിക്കുന്നുണ്ട്. നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നൽകിയ പരാതിയെ തുടർന്നാണ് പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു. 164 മൊഴി മജിസ്ട്രേറ്റിന്റെ മുന്നിൽ പരാതിക്കാരി നൽകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് 11 മണിയോടുകൂടി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യ ഹർജി പരിഗണിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.